ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ ധ്യാൻ്റെയും വിയാൻ്റെയും ന്യൂ ബോൺ ബേബി ഷൂട്ടിലേക്കാണ്. സോ മോസ്റ്റ്ലി എല്ലാവരും ഒരു സെക്കൻഡ് വീക്കൊക്കെ കഴിയുന്നത് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ന്യൂ ബോൺ ബേബി ഷൂട്ട്. നമ്മൾ കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇന്ന് നമുക്ക് ന്യൂ ബോൺ ബേബി ഷൂട്ട് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ പാലക്കാട് നൂറണിയിലുള്ള നൊവ്യൂ പിക്ചേഴ്സ് ആണ്. സോ ഞാൻ മുമ്പ് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഒരാളെ ചൂസ് ചെയ്തിട്ട് എഗെയിൻ ഒരാളെ തന്നെ ചൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? സോ നമ്മൾക്ക് അവർ അത്രയും കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ അവർ അത്രയും രീതിയിൽ നമുക്ക് ഒന്നാമത് പിള്ളേരുടെ കാര്യമാണ്. സോ അപ്പോൾ നമ്മൾ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരനല്ലേ ചൂസ് ചെയ്യുള്ളൂ. സോ അതുപോലെ നൊവ്യൂ പിക്ചേഴ്സിന് എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അവർ അങ്ങനെയാണ് ബേബീസിനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ നൊവ്യൂ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നവനീത് ബ്രോയും ആളുടെ അസിസ്റ്റൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ തന്നെ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾ പ്രോപ്പർട്ടീസും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, ആൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണെങ്കിലും ബേബീസിന് യൂസ് ചെയ്യുന്ന ക്ലോത്ത് എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് ഹൈജീനിക്, നല്ല സ്റ്റെറിലൈസ് ചെയ്തിട്ട് ആൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല. അതുപോലെ ബേബീസിന് കംഫർട്ടബിളായുള്ള മെറ്റീരിയൽ മാത്രമാണ് ആൾ യൂസ് ചെയ്യുക. അതുമാത്രമല്ല, പിന്നെ ആൾ ബേബീനെ റാപ്പ് ചെയ്യുന്ന രീതി ആൾ ഫുൾ എന്താ പറയുക, സർട്ടിഫൈഡ് ന്യൂ ബോൺ ബേബി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മുടെ ബേബീനെ റാപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എടുക്കുന്നത് തന്നെ എത്ര കെയർ ചെയ്തിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരാളെ റാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളെ റാപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എത്രത്തോളം കെയർ ചെയ്തിട്ടാണ്. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും കുട്ടീൻ്റെ കംഫർട്ടബിളൊക്കെ നോക്കിയിട്ട് മെല്ലെ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് സ്പീഡായിട്ടും തോന്നും. നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എല്ലാം. അവരുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ നമ്മളും മനസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ബേബി സേഫാണ് ആളുടെ കയ്യിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈം ട്വിൻ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പറയുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടും സത്യത്തിൽ. സാധാരണ ഒരു ന്യൂ ബോണിനെ എടുക്കുമ്പോൾ തന്നെ കരയും, പിന്നെ ഫീഡ് ചെയ്യണം, പിന്നെ ആളെ റിലാക്സ് ചെയ്യിപ്പിക്കണം. ചിലപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരാളുടെ തന്നെ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ മിനിമം എന്തായാലും ആവും. രണ്ടാളാണെങ്കിൽ എല്ലാത്തിനും മൾട്ടിപ്ലൈ അത് തന്നെയാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ കരയും. അയാൾ റെഡിയായി വരുമ്പോഴേക്കും ആദ്യത്തെ ആൾ പിന്നെയും കരയാൻ തുടങ്ങും. ഫീഡ് ചെയ്യിപ്പിക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ഇരട്ടി പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളിയാണ്. ഫോട്ടോസ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അതെ. സോ ഇപ്പം എന്തായാലും ഫൈനൽ റിസൾട്ട് നോക്കാം. എങ്ങനെ ഉണ്ടാവും ഫൈനൽ ഔട്ട്പുട്ട് എന്ന് നോക്കാം അല്ലേ? അപ്പോൾ സിംഗിൾ ഷോട്ടും ഉണ്ട്, രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ളതുണ്ട്. അപ്പോൾ ആൾക്ക് ഇന്ന് 2 ടാസ്ക്. 2 പേരായതുകൊണ്ട് ഡബിളായി. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫൈനൽ റിസൾട്ട് നോക്കാം. ഏറ്റവും ബെസ്റ്റ് ടൈം പറയുന്നത് 2nd and 3rd വീക്കിന് ഉള്ളിൽ ചെയ്യുന്ന ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ബേബീസ് ഫീഡിങ് കഴിഞ്ഞാൽ ഒരു ലോങ് 2 hours ഒക്കെ മിനിമം നല്ല ഡീപ് സ്ലീപ്പിലേക്ക് പോകും. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റൂ. അല്ലാത്ത സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബീസ് അലേർട്ട്നെസ് കൂടും. അവരെ എടുക്കുമ്പോഴും ടെമ്പറേച്ചർ പോസ് ചെയ്യിപ്പിക്കുമ്പോൾ റാപ്പ് ചെയ്യുമ്പോഴെല്ലാം അവർ റെസ്പോൺസ് കൂടും. സോ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അത് ബേബീസിനും കൂടെ ഹാമാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ടൈം സജസ്റ്റ് ചെയ്യുന്നത് 2nd and 3rd വീക്കിൽ. സാധാരണ പാരൻസ് നമ്മുടെ ഒരു ഷൂട്ടിനായിട്ട് വരുമ്പോൾ ബേബീസിന് ഓൾമോസ്റ്റ് ഒരു 1 month ചിലപ്പോൾ പാസ്സായിട്ടുണ്ടാകും. നമുക്കതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് ബേബീസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫീസ് എന്ന് പറയുന്നത് നമുക്ക് 2nd and 3rd വീക്കിൽ എടുക്കുന്ന ആ ഒരു പീരീഡാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ബേബി ഷൂട്ടിന്. ആ ടൈമിൽ ബേബീസ് കൂടുതൽ ഫീഡിങ് കഴിഞ്ഞാൽ ഒരു ലോങ് 2 hours ഡീപ് സ്ലീപ്പിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുക. അതല്ലാത്ത സമയത്ത് ബേബീസ് റെസ്പോൺസ് കൂടും. ടെമ്പറേച്ചർ, ആൾക്കാരുടെ സൗണ്ട്, ആൾക്കാർ എടുക്കുമ്പോൾ റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പോസിംഗ് എല്ലാം കൊണ്ടുവരുമ്പോൾ ബേബീസ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ചില കേസസിൽ പാരൻസിന് ഈ പറഞ്ഞ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ബേബീസിൻ്റെ ഹെൽത്ത് ഒക്കെ ആയിരിക്കില്ല. ചിലപ്പോൾ പ്രീമേച്ചർ ബേബീസ് ആയിരിക്കും. സോ ഹോസ്പിറ്റലൈസ്ഡ് അങ്ങനെ കുറേ കേസസിൽ ഈ ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്തെടുക്കാൻ നോക്കും. അപ്പോൾ എന്തായാലും ന്യൂ ബോൺ ബേബി ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും നവനീത് ബ്രോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ യാ.